തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താൻ കഴിയാത്ത പോലീസ്. പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ പുതിയ നീക്കം. ഹരികുമാറിന്റെ ചികിത്സാ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞു. MJ പ്രതീഷ് ആയിരുന്നു തിരുവനന്തപുരം. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ബാലരാമപുരത്തെ കൊലപാതകത്തിൽ ഇനിയും പോലീസിന് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. കാരണം കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമാണ് പോലീസിന് ഇതുവരെയും മനസ്സിലാകാത്തത്. ഈ നാളെ പ്രതി ഹരികുമാറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. തുടർന്ന് ഈ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം കഴിഞ്ഞ 6 വർഷമായി പ്രതി ഈ മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നു എന്നതാണ് കുടുംബം നൽകിയ വിശദീകരണം. ഇതുൾപ്പെടെ പോലീസ് പരിശോധിക്കും. ഈ ചികിത്സാ രേഖകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഈ ഹരികുമാർ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് സംഘം പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം പോലീസിന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പ്രാഥമിക നിഗമനത്തിൽ ഈ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മയ്ക്ക് പങ്കില്ല എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘമുള്ളത്. അപ്പോഴും ഈ കേസിൽ സാമ്പത്തികമായി ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, ഈ സാമ്പത്തിക തിരിമറിയിൽ ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പല ആളുകളിൽ നിന്നായി ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി എന്നതാണ് ശ്രീധുവിനെതിരായിട്ടുള്ള പരാതി. നിലവിൽ 7 പേരാണ് ബാലരാമപുരം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. ലക്ഷങ്ങൾ ജോലി വാഗ്ദാനം ചെയ്ത ജോലി ലഭിക്കാനായി ശ്രീധുവിന് നൽകി എന്നതാണ് പരാതിക്കാർ പറയുന്നത്. ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരി എന്ന് പറഞ്ഞായിരുന്നു ഈ ശ്രീധു പലരിൽ നിന്നായി പണം തട്ടിയത്. മാസം 1.5 ലക്ഷം രൂപയോളം ശമ്പളമുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. SK